ഭഗവത്ഗീതയിൽ പകുതി ഭാഗം കഴിഞ്ഞു. 9, 10. അത് ദശമോധ്യായ. ശ്രീ ഭഗവാനുവാച ഭൂയ ഏവ മഹാബാഹോ ശൃണു മേ പരമം വച യത്തേഹം പ്രിയമാണായ വക്ഷ്യാമി ഹിതകാമയ. ഭൂയ എന്ന് പറഞ്ഞാൽ വീണ്ടും. ദേവർ പറഞ്ഞു, ഇനി വീണ്ടും പറയണം. ഭൂയ ഏവ മഹാബാഹോ, അതായത് ശത്രുക്കളെ എല്ലാവരും ജയിക്കാൻ കഴിവുള്ള കയ്യൂക്കുള്ളത്. ശത്രു ആരാ? പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ആണ് ശത്രുവും മിത്രവും. ഈശ്വരനിലേക്കായ മിത്രമായി, ഇങ്ങോട്ട് തിരിഞ്ഞാൽ ശത്രുവായി. മഹാബാഹോ ശൃണു മേ പരമം. ശൃണു വെച്ചാൽ കേൾക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇത് വേണം. ശ്രവിക്കുക എന്ന് വെച്ചാൽ ചെവി കൊണ്ട് ഈശ്വരനെ അനുഭവിക്കുക എന്നർത്ഥമാണ് ശ്രവണം. അത് കഴിഞ്ഞാൽ മനനം വേണം, അത് മനസ്സുകൊണ്ട് ഈശ്വരനെ അനുഭവിക്കുക. അത് കഴിഞ്ഞാൽ നിധിധ്യാസനം, ബുദ്ധി കൊണ്ട് ഭഗവാനെ അനുഭവിക്കുക. അങ്ങനെ 3 വനം. അല്ലാണ്ട് എന്തെങ്കിലും വെറുതെ അങ്ങനെ കേട്ടതുകൊണ്ട് അതിന് ശ്രവണം എന്ന് പേരില്ല. യത്തെ അഹം പ്രിയമാണായ, ഭഗവാൻ തന്നെ പറഞ്ഞു എനിക്ക് എന്നോട് പ്രിയമാണ്. പ്രിയം എന്നുള്ളത് എപ്പോഴും രണ്ടില്ലാത്ത അവസ്ഥയ്ക്കാണ് പ്രിയമുള്ളത്. അദ്വൈതത്തിലേ പ്രിയമുള്ളൂ, പ്രേമമൊക്കെ. മറ്റേത് രണ്ടുണ്ടാകുമ്പോൾ സ്നേഹമാണ്. അതുമില്ല, ഞാൻ മാത്രമേ വേണ്ടൂ വിചാരിക്കുക, അപ്പോൾ കാമമാണ്. അങ്ങനെ 3 ഉണ്ട്. എൻ്റെ കാര്യം നടക്കണം കാമം, രണ്ടാളുടെയും കാര്യം നടക്കണം സ്നേഹം. എൻ്റെ കാര്യം തന്നെ വേണ്ട, ഈശ്വരൻ്റെ കാര്യം മതി. അല്ലെങ്കിൽ ആരെ ഇഷ്ടിക്കേണ്ടത് വെച്ചാൽ അത് പ്രേമം, പ്രിയമാണ്. അപ്പോൾ ഭഗവാൻ തന്നെ അത്ര പ്രേമമാണ് അർജുനനോടെന്ന് പറയണു. ഭക്ഷ്യാമി എന്നോട് പറയണു. ഹിതകാമ്യയ, നിനക്ക് ഹിതമുണ്ടാവാൻ. സുഖവും ഹിതവും വ്യത്യാസമുണ്ട്. ഇപ്പോൾ കുട്ടിക്ക് കഷായം കൊടുക്കുന്നത് ഹിതാണ്, നേരെ മറിച്ച് മിഠായി കൊടുക്കുന്നത് ഹിതല്ല. ഒരു ദിവസം പറഞ്ഞാൽ തെറ്റാ ചെയ്യുന്നത്. കാരണം അതിന് രോഗം ഉണ്ടാവുക. പ്രിയം എന്നുള്ള ആ വാക്കല്ല പറയരുത്, ഹിതം. സർവഭൂത ഹിതേരത എന്നാ, അല്ലാണ്ട് സർവഭൂത പ്രിയ ഗീത പറയുന്നില്ല. ഹിതം വെച്ചാൽ നമുക്കെന്താണോ അത് വേണ്ടത്, അതിനാണ് ഹിതം പറയുന്നത്. അത് പറയുള്ളൂ. ഇനി നമേ വിദു സുരഗണ പ്രഭവം എന്ന മഹർഷയ അഹമാദിർഹി ദേവാനാം മഹർഷീനാം ച സർവശ ന മേ വിദു, എന്നെ ആരും അറിയുന്നില്ല. ഭഗവാനെ അറിയുക, കാരണം ഭഗവാൻ അറിവാണ്, പൂർണ്ണമാണ്. അപ്പോൾ ഭഗവാനെ ആർക്കും മനസ്സിലായി. പക്ഷെ ഇവിടെ എന്തൊക്കെ പറഞ്ഞു? സുരഗണ, സുരന്മാർ എന്ന് പറഞ്ഞാൽ ദേവന്മാർ. അപ്പോൾ ഇന്ദ്രൻ വരണം എന്നൊക്കെ പറഞ്ഞൊക്കെ ഒരാളല്ല, അതായത് ഈ പഞ്ചഭൂതങ്ങൾക്കും അതിൻ്റെ ഇതിനും കൂടി ഒന്നും എന്നെ അറിയാം. സുരഗണ പ്രഭവം പ്രകർഷേണ ഉണ്ടാവുക, ഞാൻ എവിടുന്നാണ് ഉണ്ടായത് എന്നുള്ളത് മഹർഷിമാർക്കും അറിയില്ല. മഹർഷിമാർ വളരെ മഹാത്മാക്കളാണ്, എന്നാലും അവർക്കും ഭഗവാന്റെ ഉത്ഭവം എന്താ പറയുക. കാരണം ഭഗവാന്റെ ഉത്ഭവം എന്നുള്ളതൊന്നുമില്ല, ഭഗവാൻ ഉള്ളതാണ്. അതൊന്നും ഉണ്ടായാണ് മഹർഷിമാരൊക്കെ. ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ കല്യാണം എങ്ങനെയാണ് നടന്നത് അതെനിക്കറിയില്ല. കാരണം അച്ഛൻ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ സന്താനം ഉണ്ടാവുന്നത്. അതുമാതിരി ഭഗവാൻ ഉണ്ടായ ശേഷം ഈ മഹർഷിമാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് മഹർഷിമാർക്ക് ഭഗവാന്റെ പ്രഭാവം എവിടെ നിന്നുണ്ടായി പറയാൻ സാധിക്കും. അഹം ആദിഹി ദേവാനാം, ദേവന്മാർക്കും മുമ്പ് ആണ് ഞാനുണ്ട്, എല്ലാവർക്കും മുമ്പേ. ദേവാനാം മഹർഷിയും നാം ച സർവശ, എല്ലാ മഹർഷിമാരെ പോലും ദേവന്മാരെക്കാട്ടിലും മുമ്പ് ഞാനാണ് ഉള്ളത്. ഉണ്ടായതെന്ന് പറയരുത്, കാരണം ഉണ്ടായതല്ല ഭഗവാനെ, ഭഗവാൻ ഉള്ളതാ. നിസ്സാര തോന്നും കേട്ടാൽ, അല്ല വളരെ വ്യത്യാസമുണ്ട്. ഒരു കാലം മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനപ്പുറത്ത് ഒരാൾ ഉണ്ടായിരുന്നുണ്ടാവും. ഞാനുള്ളത്. ക്രിസ്തുവിനോട് ചോദിക്കും, അബ്രഹാമിന് മുമ്പ് നിങ്ങളുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ക്രിസ്തുദേവൻ പറയും, ഞാൻ അബ്രഹാമിൻ്റെ മുമ്പേ ഉണ്ടായിരുന്നു എന്നല്ല, അബ്രഹാമിൻ്റെ മുമ്പും ഉണ്ട്. ഈ ഇതിന്ന് എടുത്തതാ തോന്നുന്നു കേട്ടാൽ ആ സാധിക്കും. യോ മാം അജമനാദിം ച വേത്തി ലോകമഹേശ്വരം അസമ്മൂഢസ പർത്തേഷു സർവപാപൈ പ്രമുച്യതേ. യോ മാം അജം അനാദിം ച, എന്നെ ആരാണോ ജനിക്കാത്തവനാണെന്നും ആദ്യമില്ലാത്തവനാണെന്നും അറിയുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ. കാരണം എന്നെ ഭഗവാൻ ജനിച്ചു എന്ന് നമ്മുടെ ഒരു ഗ്രന്ഥത്തിലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
ആവിരാശിയിൽ പ്രകടമായി അല്ലെങ്കിൽ അവതരിച്ചു എന്നല്ലാണ്ട് ഉണ്ടായി എന്നുള്ളത് വരിക. അവന് മാം അജം ഞാൻ ജനിക്കാത്തവനാണ്. കാരണം എന്താ, ഞാൻ അനാദിയാണ്, എനിക്കൊരു തുടക്കമില്ല. ഏതൊക്കെ ഉണ്ടായതൊക്കെ ഒരു തുടക്കമുണ്ട്, ഒരു അവസാനമുണ്ട്. ഭഗവാൻ ഉണ്ടായതിന് തുടക്കമില്ല, അതുകൊണ്ട് അവസാനമില്ല, സനാതനാണ്. മാം എന്ന് വെച്ചാൽ വേത്തി, എന്നെ ആരാ അറിയണു, എങ്ങനെ ലോകമഹേശ്വരം, ലോകത്തിന് മുഴുവനും മഹേശ്വരനാണ് ഞാൻ. ആ ആളെ അങ്ങനെയുള്ള ആളാണ് അസമ്മൂഢ. ചലോ മൂഢൻ എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്തവൻ. അസമ്മൂഢൻ വെച്ചാൽ ഒട്ടും മൂഢത ഇല്ലാത്ത ആൾ, അങ്ങനെയാണ്. തീരെ മൂഢതയില്ല, അച്ഛാ പരമജ്ഞാനി. അസമ്മൂഢ സ അവൻ മർത്തേഷു, ഈ ജനങ്ങളുടെ ഉള്ളിൽ ഏറ്റവും മഹാത്മാവാണ് അങ്ങനത്തെ ആൾ. എന്നെ ഞാൻ അജനാണെന്നും അനാദിയാണെന്നും ആരറിയണോ, അവർ മഹാത്മാക്കളാണ്. അച്ഛാ സർവപാപയി പ്രഭുച്ചത്, അവർ എല്ലാ പാപങ്ങളിൽ നിന്നും പ്രകർഷേണ മോചനം നേടുന്നു. എന്താ പാപം? എത്ര പ്രാവശ്യം ആയാലും പിന്നെ ഇതൊരു ആവർത്തിക്കുന്നതിന് വിരസില്ല. പാപം എന്നുള്ളതൊരു കർമ്മമല്ല. ഒരു കർമ്മം ചെയ്തിട്ട് അതങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുമ്പോൾ അപ്പോഴേ പാപമുള്ളൂ. നേരെ മറിച്ച് ഞാൻ ഒരു കുട്ടിയെ ശാസിച്ചു, അല്ലെങ്കിൽ 2 അടി അടിക്കേണ്ടി വന്നു തെറ്റ് ചെയ്തപ്പോൾ, അതിലൊരു പാപമില്ല, കാരണം അവൻ നന്നാവണ മുഖം, അതിൽ പാപമില്ല. നേരെ മറിച്ച് അവൻ തെറ്റ് ചെയ്യുമ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് അടിക്കാതെ ഇരുന്നാൽ അതാ പാപം. അല്ലാണ്ട് പാപം ഒരു കർമ്മമല്ല. ഏതൊരു കർമ്മം ചെയ്താൽ ആണോ നന്മ വരിക, അതൊക്കെ പുണ്യമാണ്. ഏതൊരു കർമ്മം ചെയ്തിട്ട് കർമ്മം അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു, അതാണ് പാപം. ഇപ്പം നമ്മൾ മനുഷ്യർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പാപം എന്താ? അതോ ഞാൻ ഈ ശരീരമാണ് എന്ന് ധരിച്ചു, ഇതാണ് ഏറ്റവും വലിയ. അതെന്നാണ് പിന്നെ പാപങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഞാൻ ശരീരം മാത്രമല്ല, ഞാൻ ആത്മാവാണ്. ശരീരവും ഞാനാണ്, കാരണം അല്ലെങ്കിൽ വിഷമം വരും. ശരീരം ഞാനാണ്. അന്ന് അങ്ങനെയുള്ള ആൾ അപ്പോൾ ശരീരഭാവന വിട്ട് ഈശ്വരഭാവന വന്നിടും അയാൾ അപ്പോൾ പാവല്ലേ അയാൾ മോചിക്കുന്നു. എങ്ങനെ ഭഗവാനെ എങ്ങനെയൊക്കെ മനസ്സിലാക്കുന്ന ആൾക്ക് വിഷമം വരില്ല. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി 4ഉം 5ഉം ശ്ലോകം ഒരുമിച്ചാണ്. ഞാൻ കുറച്ച് വായിക്കാം, കാരണം ഇതിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. 4, 5 ശ്ലോകത്തിൽ ബുദ്ധി, നിർമോഹത, ജ്ഞാനം, സത്യനിഷ്ഠ, ശമം, ഇന്ദ്രിയ നിഗ്രഹം, സുഖം, ദുഃഖം, ലാഭം, നഷ്ടം, ഭയം, അഭയം, തപം, ദാനശീലത്വം, സന്തോഷം, അഹിംസ, സമത, ക്ഷമ, ഭാവം, അഭാവം എന്നീ 20 വ്യത്യസ്ത ഭാവങ്ങൾ ഭൂതങ്ങളിൽ ഉണ്ടാകുവാൻ കാരണം ഞാനാണ്. എൻ്റെ ഈ കാര്യം പ്രത്യേകം ഓർമ്മ വേണം. ബുദ്ധി എന്നാൽ ഇവിടെ അർത്ഥം അറിയുവാനുള്ള കഴിവ് എന്നാണ് അർത്ഥം. അതൊരു ഇന്ദ്രിയല്ല. അങ്ങനെ ഒരു ഇന്ദ്രിയുണ്ട്, ആ ഇന്ദ്രിയത്തെ അല്ല ഇവിടെ പറഞ്ഞത്, അറിയാനുള്ള കഴിവ്, ആ ഇന്ദ്രിയത്തിലുള്ള ശക്തി. ഇപ്പോൾ കാറ് എന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ കാറ് എന്ന് പറഞ്ഞത് ആ കാറല്ല, അതിൻ്റെ ഉള്ളിലുള്ള ശക്തിയാണ് കാറിനെ വിളിക്കുന്നത്. അത് മനസ്സിലാക്കണം. അതുമാതിരി ബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു ഇന്ദ്രിയല്ല, അറിയാനുള്ള കഴിവ് പ്രദാനം ചെയ്യുന്നത്. ബുദ്ധിയില്ലെങ്കിൽ ഒരു പ്രേരണയും ഉണ്ടാവില്ല നമുക്ക്. പാമ്പ് ബോധപൂർവം കടിക്കാൻ വന്നു. പേടിച്ച് ഓടിയവനും ബോധപൂർവമാണ് ഓടിയത്. രണ്ടാൾക്കും ബോധമുണ്ട് ഓടിയത് എന്ന് മുമ്പ് പറഞ്ഞത് ഓർക്കുക. ബുദ്ധി എന്നത് ഒരു ഇന്ദ്രിയമുണ്ട്, അതല്ല ഇത് ഈ പറഞ്ഞത്. ഇത് ബോധശക്തിയാണ്, ചൈതന്യമാണ്. ഇത് എങ്ങനെ അറിയും? ബോധശക്തിയാൽ മനുഷ്യൻ മരിച്ചാൽ ബോധശക്തി ഇല്ലാതെയാവുന്നു. ഒരാൾ മരിച്ചു എന്ന് പറയുന്നത് അങ്ങനെ എന്താണ്? ആ ശക്തി ആളിൽ പ്രകടമല്ല, ബോധം. അതാണ് അച്ഛാ അനുഭവമില്ല ആൾക്ക്, മാറുന്നു. അതിനാലാണ് മരിച്ചു എന്ന് അറിയുന്നത്. അല്ലാണ്ട്
വേറെ മാർഗമൊന്നുമില്ല. പേനയിലും വാച്ചിലും ചൈതന്യമുണ്ട്. മഷികനെ വരണമല്ലോ പേനയിൽ, വാച്ചിങ്ങനെ നടക്കണമല്ലോ. പക്ഷേ അതിൽ ആ ചൈതന്യം സ്വതസിദ്ധമല്ല. ഒരാൾ മഷി നിറയ്ക്കണം എന്നാലേ അതിൽ വരുള്ളൂ. അതുമാതിരി വാച്ച് ഒരാൾ വൈൻഡ് ചെയ്യണം എന്നാലേ ഉള്ളൂ. അയാളാ ബോധം. ഇത് ഇല്ല വെച്ചാലും ചൈതന്യമുണ്ട്. പക്ഷേ തിരിച്ചറിയുക അല്ലെങ്കിൽ അവർക്ക് ബോധമില്ല മറ്റൊരാളോട്. മനുഷ്യനിലും ഉണ്ട് ഈ ബോധം. അതാണ് ബോധശക്തി എന്ന് പറയുന്നത്. അല്ല, മനുഷ്യനെ തിരിച്ചു വിട്ടിരിക്കുകയാണ് ഭഗവാൻ അവിടുന്ന്. ആ ഒരു യന്ത്രം തിരിച്ചിടാൻ കൊണ്ട് ബൈസിക്കിൾ പിന്നെ താക്കോല് കൊടുക്കണ്ട, അവിടെ കയ്യിലുണ്ട്. അത് ഭഗവാനായിട്ട് എടുക്കുമ്പോൾ കഴിഞ്ഞു തരും. അപ്പോൾ പിന്നെ ശരീരമായി മരണമായല്ലോ. ഈ ബോധശക്തി ഇല്ലെങ്കിൽ ഒരു തരം പ്രേരണയും സാധ്യമല്ല. ജീവിക്കുമ്പോഴേ സാധിക്കില്ല. പ്രാണികളിലുള്ള ഇത്തരം ഭാവങ്ങൾ ഭഗവാനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. സത്യം, ശമം, ദമം, തപം, ദാനം, സന്തോഷം, അഹിംസ, സമത, ക്ഷമ ഇവ 9 ശുദ്ധി അല്ലെങ്കിൽ ശുദ്ധ നീതിപരങ്ങൾ ആണ്. നീതിച്ച നിയമം, ഇതൊക്കെ ഒരാവശ്യങ്ങളാണ്. ഇതൊക്കെ ദൈവീ സമ്പത്തിനും ഇവ വരുന്നുണ്ട്. ഈ പറഞ്ഞൊക്കെ ബുദ്ധിയും ജ്ഞാനവും ബൗദ്ധിക ഗുണങ്ങളാണ്. ലാഭം, നഷ്ടം, സുഖം, ദുഃഖം, ജന്മ, മൃത്യു ഇവ സ്ഥൂല ഭാവങ്ങളാണ്. പുറമേ ഉള്ളവ ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ ഭാവങ്ങൾ എന്ന് പറയാൻ കഴിയില്ല. എന്നിട്ടും അവയെ ഭാവങ്ങളുടെ കണക്കിൽപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ഭാവശബ്ദത്തിൻ്റെ അർത്ഥം അതത് പ്രകാരത്തിലുള്ള മാനസിക പ്രേരണകൾ എന്ന് എടുക്കണം. ശ്ലോകം 8 മത്ത സർവപ്രവർത്തത എന്ന് പറയാൻ പോണ്ട് ഇവിടെ എന്നത് പ്രകാരം ഇത് വ്യക്തമാവുന്നു. ബുദ്ധി ആദി ശബ്ദങ്ങളിൽ നിന്നും അവയ്ക്ക് വിരുദ്ധമായ അബുദ്ധി ആദിയും അറിയണം. പ്രേരണകൾ അസംഖ്യമുണ്ട്. ചിലത് കാണിച്ചു എന്നേ ഇവിടെ കരുതാവും. ഇനി ശ്ലോകം 6, ഞാൻ ശ്ലോകം വായിക്കുന്നില്ല. പ്രാചീനരായ 7 ഋഷികളും 4 മനുക്കളും ലോകത്തിൽ പ്രജകളും ഭഗവാന്റെ സങ്കല്പത്തിൽ നിന്നും ഉണ്ടായവരാണ്. വസ്തുത ഈ മഹർഷികളും മനുക്കളും സൃഷ്ടിയുടെ പ്രാരംഭമല്ല. ഓരോ മനുഷ്യനും അമ്മയച്ഛന്മാരുണ്ട്, പ്രാരംഭമുണ്ട്. പക്ഷേ സൃഷ്ടിയുടെ തുടക്കത്തിൽ ആരാണ് ഉണ്ടായിരുന്നത്? ആരുമില്ല. അർത്ഥാൽ ഈശ്വരൻ സങ്കല്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രാരംഭത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരവസാനം വേണമല്ലോ. തുടങ്ങിയെന്ന് പറഞ്ഞാൽ അവസാനമുണ്ട്, അതിന് തുടക്കമില്ല, അതുകൊണ്ട് അവസാനം ഉണ്ടാവില്ല. അതിനായി മാത്രം 7 ഋഷികളെയും 4 മനുക്കളെയും പറഞ്ഞു. ഞാൻ അർത്ഥം ഇവിടെ പറഞ്ഞു. വിനോദയാണ്. 7 ഋഷികൾ എന്ന് പറഞ്ഞാൽ മരീചി, പ്രാചീന പ്രജാപതികൾ, ഭൃഗു ആദി സപ്തഋഷികൾ, ഉപനിഷത്ത് പരിഗണിക്കുന്ന ഗൗതമ, ഭാരദ്വാജ, വസിഷ്ഠ, കശ്യപ, വിശ്വാമിത്ര, ജമഗ്നി, അത്രി. ഇത് 7 ഏതുമാവാം, ഇനിയാവാം. ഇതിനെ പറ്റിയിട്ട് ബാധിച്ചിട്ടൊന്നും ഒരു മഹിമയില്ല എന്ന് പറയാം അദ്ദേഹം. മഹർഷികൾക്ക് ശേഷം അവരുടെ പ്രജകൾ എന്നും പറഞ്ഞിരിക്കുന്നു. ശ്രീശങ്കരൻ വ്യാഖ്യാനിക്കുന്നത് ഭഗവാൻ സൃഷ്ടിയെ നിർമ്മിച്ചു, അതിനെ നിലനിർത്താനായി മരീചാദികളെ ഉണ്ടാക്കി, അവരെ പ്രവൃത്തി ധർമ്മം പഠിപ്പിച്ചു. പിന്നെ സനകാദികളെ ഉണ്ടാക്കി അവരെ നിവൃത്തി ധർമ്മം പഠിപ്പിച്ചു. 2 മഹർഷികൾ പ്രവൃത്തി ധർമ്മം, സനകാദികൾ നിവൃത്തി ധർമ്മം. ഒന്ന് കർമ്മയോഗം, മറ്റത് ജ്ഞാനയോഗം. ഈ 2 മാർഗവും വേണം. പ്രവൃത്തി മാർഗവും വേണം, നിവൃത്തി മാർഗവും ആവശ്യമുണ്ട്.
ഒന്ന്, പുറത്തെ പ്രകൃതിയെ കീഴൊതുക്കി നിശ്രേയസ മോക്ഷത്തിന് പറഞ്ഞിരിക്കണമെന്ന് ആദ്യം പറഞ്ഞു പോരെ. മനു ച മനനശീലൻ, വിചാരപ്രേരകൻ, യുഗപ്രവർത്തകൻ. സനകാദികളാണ് 4 മനുക്കൾ ഇവിടെ പറഞ്ഞത്. സമുദായത്തിന് പുതിയ വിചാരം തരുന്നവരാണ് അവർ. ചിലർ അഹിംസയുടെയും മറ്റു ചിലർ സമതയോടും സ്വാതന്ത്ര്യത്തിൻ്റെയും വിചാരം തരുന്നു. യുഗപ്രവർത്തകത്തിൻ്റെ ആഗമനത്താൽ ഇവിടെ പുതിയ ഭാവനകൾ ഉണ്ടാകുന്നു. സമുദായ രചന മാറുന്നു. ഈശ്വരൻ്റെ ഉഭയവിധ സങ്കല്പത്തിൻ്റെ പരിണാമമാണ് ഋഷികളും മനുക്കളും. ഈശ്വരൻ്റെ ഇച്ഛാ ജ്ഞാനം ഇവ പ്രസരിക്കട്ടെ, സ്ഥൂല സൂക്ഷ്മ സൃഷ്ടി ചലിക്കട്ടെ, സൂക്ഷ്മ പ്രേരണയും നടക്കട്ടെ. അതിനായി പ്രവൃത്തിപഥക്കാരും നിവൃത്തിപഥക്കാരും ആവശ്യമാണ്. വെറും പ്രവൃത്തിപരക്കാരായാൽ പറ്റില്ല, അവർ നിവൃത്തിയാൽ പറ്റില്ല. ഇവിടെ രണ്ടും വേണം. അതായത് കർമ്മയോഗവും വേണം, ജ്ഞാനയോഗവും വേണം. വെറും കർമ്മയോഗമായാൽ ജ്ഞാനമില്ല കഴിഞ്ഞാൽ അതിനൊരു എന്താ, അതെ, കർമ്മം ചെയ്യലും ജ്ഞാനം വേണം. വെറും കർമ്മ കർമ്മയോഗം എന്നിട്ടും എന്ത് പറയണു, അതിൽ ജ്ഞാനം വേണം. അപ്പോഴേ കർമ്മയോഗമുള്ളൂ. ജ്ഞാനം എല്ലാവരും കർമ്മയോഗികളാവണമെന്നില്ലേനും കുറച്ച് ജ്ഞാനയോഗികൾ മാത്രം ഉണ്ടാവും. അവർ മഹാത്മാക്കളുണ്ട്. രണ്ടും കൂടുമ്പോഴാണ് സന്തുലിതം ഒന്നാവുക. മറ്റേത് ഒരു ഭാഗം ഒക്കെ ജ്ഞാനികൾ പറഞ്ഞാൽ ലോകത്തിന് വിഷമം വരും. എല്ലാം കർമ്മയോഗികൾ പറഞ്ഞാൽ ജ്ഞാനമില്ല എന്ന് പറഞ്ഞൊരു വരും. രണ്ടും കൂടിയിട്ട് സമ്മേളനം, അപ്പോഴേ സാധികൾ പറയുന്നത്. അതാണ് ഇപ്പോൾ ഈ പറഞ്ഞ ശ്ലോകത്തിന്. ഇതിലെ അതെ ഇതിൽ വിനോദ പ്രത്യേകിച്ച് പറഞ്ഞു, ഈ 7 ഋഷികൾ ശിരസ്സിലെ 7 ദ്വാരങ്ങളാണെന്നാണ് പറയുന്നത്. അതിൽ കൂടെ നമുക്ക് കിട്ടുന്നത് 2 കാത്, 2 കണ്ണ്, 2 മൂക്ക്, മായ. അപ്പോൾ ഏഴാവല്ലോ. 7 ദ്വാരങ്ങൾ, 2 കണ്ണ്, 2 കാത്, 2 മൂക്ക്, 1 മുഖം, മായ. ഇവയെ ഋഷികളെന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട്. ഇവരെ ഈ ഋഷികൾ കൂടിയാണ് പറയുന്നുണ്ട്. ഈ ഋഷികൾ ഇന്ദ്രിയങ്ങളുടെ ഉപയോഗം സംയമപൂർവം ചെയ്യട്ടെ. ഇന്ദ്രിയങ്ങൾ എന്ന് വരുന്നൊക്കെ സംയമപൂർവം, എന്തുകൊടുക്കരുത്, വളരെ മനസ്സരിച്ചിട്ട് ആ കാര്യം ചെയ്യട്ടെ. 4 മനുക്കൾ എന്ന് പറഞ്ഞത് ചിത്തചൗഷ്ടയം, അതായത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ഇങ്ങനെ രണ്ടും കൂടി 11 എണ്ണം. 7 ഇന്ദ്രിയങ്ങളും മറ്റേത് 4. പക്ഷേ ഇവയാൽ ഇങ്ങനെയായാൽ എന്താ വെച്ചാൽ ഇതിനൊരു ആധ്യാത്മിക അർത്ഥവും കൂടി കിട്ടും. ഈ പറഞ്ഞതിന് അർത്ഥം കിട്ടും, എടുക്കാം. ഈ 11 ഋഷിമാരെയും ചേർത്ത് ഒരു ചിത്രം വരച്ചാൽ അത് നമ്മുടെ ചിത്രമാവും. അപ്പോൾ ഈ 7 ഇതും എന്നാലേ ചിത്രമാവും. പരമേശ്വര പ്രതിനിധി ആണല്ലോ നമ്മളും. അങ്ങനെ പറഞ്ഞു. ഇനി 7-ാം ശ്ലോകം. ഭഗവാന്റെ യോഗശക്തിയെയും വിഭൂതിയെയും താത്വികമായി അറിയുന്നവർ ഇളക്കം വരാത്ത യോഗയുക്തന്മാരായി ഭവിക്കും. ഭഗവാൻ പറയുന്നു, സംശയമില്ല. യോഗമെന്നാൽ പരമാത്മാവ് തൻ്റെ മായയിൽ ഒട്ടുന്നില്ല എന്നർത്ഥം. അലിപ്തനാണ്. ഭഗവാന്റെ യോഗം നിഷ്കമ്പം, ചലനമില്ലാത്തതാണ്. യോഗശക്തി എങ്ങനെ കർമ്മം ചെയ്യുന്നു? നാനാപ്രകാരം സൃഷ്ടി ചെയ്തിട്ടും അതൊന്നും അതിൽ ഒട്ടാതെ കർമ്മം ചെയ്യുന്നു. ഇതാണ് ഭഗവാന്റെ കർമ്മത്തിൽ വ്യത്യാസം. ഒട്ടലില്ല, അസംഗം, സംഘമില്ല. ഭഗവാന്റെ ഈ കലയുടെ യോഗത്തിൻ്റെ പൂർണ്ണദർശനം ഒരിക്കലും ഉണ്ടാവില്ല. ദർശനമൊന്നും പൂർണ്ണമയ്യ. കാണുക എന്ന് പറഞ്ഞാൽ മുൻഭാഗം കാണുക, പിൻഭാഗം കാണുമല്ലോ. ദർശനം വയ്യ. ഇപ്പോൾ പല ദർശനങ്ങളുണ്ടാവുകൊണ്ട് വ്യത്യാസം ഉണ്ടാവാൻ കാരണം അവർ ഓരോ ഭാഗത്തുനിന്ന് കണ്ടതാ. പൂർണ്ണത്തിനെ ദർശിക്കുക. ദർശിച്ചാൽ പൂർണ്ണമല്ലണ്ടി. അപ്പോൾ അനവധി ദർശനങ്ങളുണ്ട് ലോകത്തിൽ. ഒരു ദർശനവും പൂർണ്ണമല്ല. കാരണം സെക്ഷനെ ഒരു ഭാഗേ കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് എന്തിനേയും പൂർണ്ണമായിട്ട് എടുക്കരുത് പറഞ്ഞത്. പക്ഷേ എത്രയ്ക്ക് കണ്ട് ദർശനമുണ്ടാകുന്നുവോ അത്രയ്ക്ക് അചഞ്ചലതയും അലിപ്തതയും കൈവരണം. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. പൂർണ്ണ ദർശനമുണ്ടായാൽ പരമേശ്വരനാവും. ഭാഗികല്ല. പൂർണ്ണം കണ്ടാൽ പിന്നെ അയാൾ ഒരു ദർശനമില്ല. അയാൾക്ക് അത് ആവുകയാണ്. ഉൾക്കൊള്ളില്ല, ആവുക.
ഉൾക്കൊണ്ട കുഴങ്ങുകയിൽ അത് ആവുകൾ. അതായത് അനുഭവമല്ല, ആവല. നാരായണസ്വാമിയുടെ പുസ്തകത്തിൽ അറിവ് എന്നതിന് പേര് തന്നെ, അറിയലല്ല. അറിയലായ ചുരുങ്ങി അറിവാണ് ഈശ്വരൻ. അതുകൊണ്ടാണ് പ്രജ്ഞാനം ബ്രഹ്മ ഇതൊക്കെ വളരെ അനുസരിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. ബ്രഹ്മം എന്ന് പറയുന്നത് പ്രജ്ഞാനാണ്, അറിവാണ് ബ്രഹ്മം. അതുണ്ടായാൽ അല്ലാണ്ട് നമ്മളിപ്പോൾ ആ അറിവിനെ അറിയണവരാ. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ ഭാഗിക അറിവൊക്കെ അറിയൽ മുഴുവൻ വയ്യല്ലോ, ഒരു ഭാഗമല്ലേ ദർശനം പറ്റുള്ളൂ. യോഗം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ വിശിഷ്ട ശക്തി, സൃഷ്ടി ഉൽപ്പത്തി ആദി കർത്തൃത്വ സഹിത ഈശ്വര ഭാവന അലിപ്തനായി നിർത്തുന്നത് നമ്മളെ. മായാശക്തി 7-25 ഇനി വരുന്നുണ്ട്, ഇവിടെ വില കണ്ടതാണ് നമ്മൾ. ഈശ്വരശക്തിക്ക് തുല്യമായി ജ്ഞാനി പുരുഷൻ്റെ ശക്തി സർവകർമ്മങ്ങളിലും അലിപ്തത ഉണ്ടാക്കുന്നു. ആണ് ജ്ഞാനിയുടെ തന്നെ എല്ലാം ചെയ്യും, ഹോട്ടലില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ശക്തി ഉണ്ടാക്കുന്നു. സമഗ്രതയിലും ഏകാഗ്രത സാധിക്കുന്നു. ആർക്ക്? ഈ ജ്ഞാനിക്ക് സമഗ്രതയിലും കൂടിയും ഏകാഗ്രത സാധിക്കുന്നു. യോഗം ഒരു മഹത്തായ ശക്തിയാണ്. സൃഷ്ടി സ്ഥിതി ലയം ഇത്രയും ഇത്രയൊക്കെ വലിയ കർമ്മങ്ങളും ചെയ്തിട്ടും ഈശ്വരൻ അലിപ്തനായി നിൽക്കുന്നു. ഈശ്വരനാണ് സൃഷ്ടി സംഹാരിയാണ്. എന്നിട്ട് അതിനോടൊന്നും യാതൊരു ബന്ധമില്ല. ഇതുപോലെ പത്മപത്രം വിവാംബസ എന്ന് പറഞ്ഞ പേര്. ഇവിടെ യോഗത്തിൻ്റെ അർത്ഥം ഈശ്വരൻ്റെ വിശിഷ്ട ശക്തി എന്ന് തന്നെയാണ്. ഈ ശ്ലോകത്തിൽ യോഗശബ്ദം 2 പ്രാവശ്യം വന്നു. 1ഉം 2ഉം ചരണങ്ങളിൽ വന്നിട്ടുണ്ട്. സാധാരണയായി മനുഷ്യന് ഏകാഗ്രത വേണമെങ്കിൽ ഒന്നിലധികം കാര്യങ്ങൾ ചെയ്തുകൂടാ, അപ്പോൾ ഏകാഗ്രത ഉണ്ടാവില്ലല്ലോ. എന്നാൽ ജ്ഞാനിക്ക് അനേക കർമ്മം ചെയ്തും ഏകാഗ്രതമായിരിക്കാൻ കഴിയും. അതാണ് ജ്ഞാനിയുടെ പ്രത്യേകത. കഴിയും. ആ കർമ്മം ചെയ്യുന്നൊക്കെ ഈ ഇന്ദ്രിയങ്ങളാണ്, മനസ്സ് ഏകാഗ്രമാണ്. അതാണ് വ്യത്യാസം. തന്നെ നമ്മൾ ഓട്ടോമാറ്റിക് സാധനങ്ങളൊക്കെ പറഞ്ഞു വരും. യന്ത്രങ്ങൾ കണ്ണിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, ചെവി കേട്ടുകൊണ്ടിരിക്കും. അതൊന്നും ജ്ഞാനിയെ ബാധിക്കില്ല. അത് സാധിക്കേണ്ട. ഇപ്പോൾ റോബോട്ട് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ യന്ത്രത്തൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതുപോലെ ഈ ജ്ഞാനിയുടെയും ഇന്ദ്രിയങ്ങൾ റോബോട്ട് പോലെ പണിയെടുക്കും. അതൊന്നും അദ്ദേഹത്തിനെ ബാധിക്കില്ല. അതാണ് കേപത്വം. അത് ജ്ഞാനിയുടെ മാത്രമല്ല, ഞാനും നിങ്ങളും ശ്രമിച്ചാൽ എനിക്കും നിങ്ങൾക്കും പറ്റും. കാരണം ഒരു കാര്യവും ഇവിടെ പക്ഷഭേദമൊന്നുമില്ല, ഇന്ന ആൾക്കേ ഉള്ളൂ എന്നില്ല. നീന്തലുണ്ട്, പഠിച്ചോളൂ, നീന്താം. പഠിച്ചില്ലാച്ചാൽ മുങ്ങി മരിച്ചോളൂ, ഇത്രയേ ഉള്ളൂ, പറയാത്തൊന്നുമില്ല. അതുപോലെ ഈശ്വരനെ അറിയണമെന്നുണ്ടെങ്കിൽ, അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അനുഭവിക്കാൻ നിങ്ങൾക്ക് അതിന് ശ്രമിച്ചോളൂ, സാധിക്കാം. ശ്രമിച്ചില്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റില്ല. അത് ഈശ്വരൻ്റെ തെറ്റല്ല, നമ്മുടെ തെറ്റാണ്. ജ്ഞാനിക്ക് അനേകം കർമ്മം ചെയ്തും ഏകാഗ്രമായിരിക്കാൻ കഴിയും. എല്ലാ ഭാവങ്ങളും ഈശ്വരൻ്റേതാണ് എന്നറിഞ്ഞാൽ ഏത് ദർശനവും ഈശ്വര ദർശനമായി മാറും. എല്ലാം ഈശ്വരൻ തന്നെ എന്ന് വന്നാൽ പിന്നെ യോഗബുദ്ധി എങ്ങനെ ചലിക്കും? എല്ലാം പറഞ്ഞാൽ ഒന്നിന് ചലനം ഉണ്ടാവില്ലല്ലോ. എല്ലാം ഈശ്വരൻ അറിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ യോഗബുദ്ധി വെച്ചാൽ സമത്വബുദ്ധി. അദ്ദേഹത്തിന് സമത എന്നുള്ളത് വിട്ടിട്ട് ഒരു സമയത്തും ജീവിതത്തിൽ ഉണ്ടാവില്ല. എന്തൊക്കെ വന്നാലും ബുദ്ധി സമമാണ്. അതേപ്പോൾ സാധിക്കുള്ളൂ, സാധിക്കും. അദ്ദേഹത്തിന് ഒരിക്കലും അശുദ്ധ ദർശനങ്ങൾ ഉണ്ടാവുകയില്ല. സാംസാരിക ദൃഷ്ടിയിൽ ഒന്ന് നല്ലത്, മറ്റത് ചീത്ത. ഈശ്വര ദൃഷ്ടി വന്നതോടെ എല്ലാം നല്ലത്. ഭാഗവത ശ്ലോകം വീണ്ടും പറയാം. എന്താ? അത് ഗുണവും ദോഷവും ഉണ്ടെന്ന് കാണുന്നതാണ് ദോഷം, ഗുണവുമില്ല ദോഷവും ഇല്ല എന്ന് കാണുന്നതാണ് ഗുണം. അതിനാൽ യോഗത്തിന് ഇളക്കമേ ഇല്ല. അടുത്ത 4 ശ്ലോകങ്ങൾ ഭക്തിയോഗത്തിൻ്റെ വിശിഷ്ടത വിശദമാക്കുന്ന ശ്ലോകങ്ങളാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 8, 9, 10, 11 അത് കഴിഞ്ഞാൽ അവിടെ അവസാനിക്കുകയും.
ശ്ലോകം ഒന്ന് വായിക്കാം. നാല് ശ്ലോകം ഞാൻ വായിക്കട്ടെ. അഹം സർവസ്യ പ്രഭവോ മത്ത സർവപ്രവർത്തത്തെ ഇതി മത്വാ ഭജന്തേ മാം ബുധാ ഭാവസമന്വിത മച്ചിത്ത മദ്ഗതപ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാം ഉപയാന്തി തേ തേഷാമേവ അനുകമ്പാർത്ഥം അഹമജ്ഞാനജം തപ നാശയാമ്യാത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. വളരെ പ്രധാനപ്പെട്ട 4 ശ്ലോകങ്ങളാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കാം. 8 എല്ലാത്തിൻ്റെയും ആദി കാരണം അല്ലെങ്കിൽ മൂലം എന്ന് പറയില്ലേ നമ്മൾ, വിത്തിൻ്റെ മൂലകാരണം എന്നല്ലോ, അത് ഞാനാണ്. ഞാൻ മുഖാന്തരമാണ് എല്ലാ പ്രേരണകളും ഉണ്ടാവുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് ജ്ഞാനി എന്നെ ഭക്തിയോടെ ഭജിക്കുന്നു. അഹം സർവസ്യ പ്രഭവ, എല്ലാ ദേവതകളുടെയും ഋഷിമാരുടെയും മൂലം ഭഗവാനാണ്. ശ്ലോകം 2ഉം 3ഉം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത് പുനരുക്തിയാണ്. പറഞ്ഞതിനെ വേണ്ടുകൂടി പറഞ്ഞു, പുനരുക്തിയാണ്. അതുപോലെ മത്ത സർവപ്രവർത്തതെ, എല്ലാ സ്ഥൂലങ്ങളും ആയ പ്രേരണകളും ഉണ്ടാവുന്നത് ഭഗവാനിൽ നിന്നാണ്. ശ്ലോകം 4ഉം 5ഉം ഇപ്പോൾ 10 കഴിഞ്ഞ് നോക്കാം. അധ്യായത്തിലെ ആദ്യത്തെ 3 ശ്ലോകങ്ങളിൽ പ്രഭവം, പിന്നെ 4 ശ്ലോകങ്ങളിൽ പ്രേരണ. ഇവ രണ്ടിൻ്റെയും ഉല്ലേഖനം ഇവിടെയുണ്ട്. ഇതിൽ 8 ഇത് തിരിച്ചറിഞ്ഞ് ഭക്തിയോടെ ജ്ഞാനോത്തര ഭക്തിയാണ് ഈ പറഞ്ഞത്. ഭാഗവതത്തിലായിട്ട് പറയാം, ഭക്തിയ സഞ്ജായതേ ഭക്തിയ. ആദ്യം നോക്കാനുള്ളത് ഭക്തിയാണ്. അതുകൊണ്ടൊരു ഭക്തി ഉണ്ടാവും. അത് ആദ്യത്തെ ഭക്തി സാധന ഭക്തി, മറ്റത് സാധ്യഭക്തി. അത് ജ്ഞാനത്തെ പോലെ തന്നെ മഹത്താണ്. അതെ, അറിഞ്ഞിട്ട് ഭജിക്കാം. ഇത്തരം ഭക്തി ഭക്തന്മാർക്ക് പ്രിയമാണ്. ജ്ഞാനപ്രാപ്തിക്ക് ശേഷം പ്രാരംഭവും പ്രേരണയും പരമാത്മാവിൽ നിന്നാണ് എന്ന് ജ്ഞാനമുണ്ടായിട്ട് ബാക്കി ശേഷിക്കുന്നത് ഭക്തി മാത്രമാണ്. അതാണ് ജ്ഞാനശേഷം ഭക്തി എന്ന കൽപ്പന ചെയ്തിരിക്കുന്നവിടെ. ഭക്തജനങ്ങളുടെ ആഗ്രഹം ആത്മജ്ഞാനം ശേഷവും ആണ്. ഭക്തന്മാർ ശേഷവും സഹജ ഭാവത്തിൽ ഭജിച്ചു കൊണ്ടിരിക്കലാണ്. ജ്ഞാനമുണ്ടായ പിന്നെ ഭജനുണ്ടോ ചോദിക്കും. ഉണ്ട്. അതാണ് മഹത്തായത്. ജ്ഞാനം ഉണ്ടായിട്ട് കീഴ്പോട്ട് ഇറങ്ങി വരും. അപ്പോൾ ഇവിടെ എന്തായി, എല്ലാം അറിഞ്ഞിട്ടാ. എന്നിട്ട് ഈ സാധാരണക്കാർ ചെയ്യുന്ന കാര്യം തന്നെ അവരൊപ്പം പ്രവർത്തിച്ചിട്ട് അവരെ മേലോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതാണ് ഏറ്റവും വലിയ ലോകസംഗ്രഹം അവർ ചെയ്യുന്നത്. 9-13 ഭജന്തി അനന്യമനസ ജ്ഞാത്വാ ഭൂതാദിം അവയം എന്ന് അവിടെ പറഞ്ഞത് ഓർമ്മ വരണം. എന്നതും ഈ ശ്ലോകത്തിലെ 2ാം ചരണവും സമാനങ്ങളാണ്, ഒരേപോലെ. ഭക്തിക്ക് ശേഷം ജ്ഞാനം എന്ന പ്രക്രിയ അദ്വൈത വേദാന്തികൾക്ക് പ്രിയമാണ്. അദ്വൈതം വന്നിട്ടാണല്ലോ ഭക്തി, മറ്റത് അവർക്ക് കരുവയ്യ, പ്രിയമാണ്. 18 55 ശ്ലോകത്തിൽ ഇത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അവർ കരുതുന്നത് ഭക്തിയാൽ ജ്ഞാനം പ്രാപ്തമാവുന്നു, പരമേശ്വരൻ്റെ വലിപ്പം ഭക്തിയിലൂടെ അറിയാൻ കഴിയുന്നു, എന്നിട്ട് ഭഗവാനിൽ ചേരുന്നു ആണ് അവിടെ പറയുന്നത്. പിന്നെ ഭക്തിയില്ല. ഇവ രണ്ടും ഗീതയ്ക്ക് മാന്യമാണ്. ഏത് ഭക്തിയോടുകൂടി ഭജിക്കലും പൂർണ്ണനാവലും. പിന്നെ ഒന്നും അങ്ങനെ ചെയ്യാത്തവരുണ്ട്. പരമജ്ഞാനികൾക്ക് ഇതൊന്നുമില്ല. രണ്ടും ഗീത അതിനെ മാന്യമായിട്ട് കണക്കാക്കിയിട്ടുണ്ട്, മാന്യമാണ്. കാരണം ഗീതയുടെ ദൃഷ്ടിയിൽ പരാഭക്തിയും അപരോക്ഷ ജ്ഞാനവും ഒന്നു തന്നെയാണ്. എന്താ അവിടെ കാരണം? അത് പറയാൻ കാരണം വെച്ചാൽ അങ്ങനെയുള്ള ആളുകൾ വാസുദേവ സർവമതി സ മഹാത്മാ സുദുർലഭ, എല്ലാം വാസുദേവനാന്ന് അറിഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് ചിലർ ഭജിക്കും, ചിലർ ഭജിച്ചില്ല എന്ന് പറയും. രണ്ടായാലും അവർ ഗീതയ്ക്ക് എന്നെ വിശ്വാസമില്ല. ഗീത ഭക്തിയെ 2 പ്രകാരത്തിൽ പറഞ്ഞിട്ടുണ്ട്.
പരാഭക്തി, അതായത് അന്തിമ ഭക്തി. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ എന്നുള്ളത് അനേക ജന്മം എടുത്ത് ഈശ്വര ശരണാഗതിയെ സാധിച്ചു. ഇതാണ് പരാഭക്തി. വാസുദേവ സർവമിതി, വിശ്വത്തെ വാസുദേവരൂപത്തിൽ കാണുന്നു. ഇതാണ് അപരോക്ഷ ജ്ഞാനം, അനുഭവിച്ച ജ്ഞാനം. ഇതിൽ ഭക്തി ജ്ഞാനം എന്ന ഭേദം തന്നെയില്ല. ഇനി 9 കീർത്തനത്തിനെ പറ്റി പറയണം. ഭക്തന്മാരുടെ ചിത്തവും പ്രാണനും ഭഗവാനായിത്തീരുന്നു. ഒരുത്തൻ മറ്റവനെ ബോധവാനാക്കുന്നു. ഇങ്ങനെ പറയാം, സനകാദി മക്കളാണ്. ഒരാൾ ഭഗവത് എന്ന് പറയുമ്പോൾ മറ്റൊരാൾ 3 നാൾ കേൾക്കും, പിന്നെ മറ്റൊരാൾ പറയും. എപ്പോഴും തന്നെയുള്ളൂ. കാരണം അവർക്ക് ഭഗവത് കഥ അല്ലാതെ ഒന്നും പറയാനില്ല. എൻ്റെ കീർത്തനത്തിൽ തല്ലീനനായി ആനന്ദത്തിൽ രമിക്കുന്നു അവർ. ചിത്തം എന്നാൽ ചിന്തനം എന്ന അർത്ഥം. ചിന്തനം. പ്രാണൻ എന്നാൽ ജീവൻ എന്നും. ഈശ്വരമായ ചിത്തം എന്നാൽ ഈശ്വരനു വേണ്ടി മാത്രം ചിന്തനം. ഈശ്വരനുമായ പ്രാണനെ ഞാൻ ഈശ്വരനു വേണ്ടി മാത്രം ജീവിതം. ഭക്തൻ ഭഗവാൻ തന്നെ ആയിത്തീരുന്നു. ഇങ്ങനെയുള്ള തീരുന്നു. സദാ സർവദാ ഭഗവത് കീർത്തനം നടക്കുന്നു. ഭക്തന്റെ ജീവിതം ഒരു കളി പോലെയാണ്, ലീലയാണ്. പരസ്പര വിചാര വിമർശന എന്നത് ഭക്തിമാർഗത്തിൻ്റെ മഹത്തായ ഒരു വിശേഷതയാണ്. അതുവഴി സാമൂഹിക സാധന സമ്പന്നമാകുന്നു. അവർക്ക് സാമൂഹികമുണ്ട് അങ്ങനെ ഭക്തന്മാർക്ക്. ഭക്തന്മാർ അവരുടെ പ്രവൃത്തി മറ്റൊരുത്തൻ്റെ ഉപദേശം സ്വീകരിച്ചും അന്യോന്യം ആലോചിച്ചും ചെയ്യുന്നു എന്നാണ് ഖുർആനിൽ പറഞ്ഞുള്ളത്രേ. അങ്ങനെ അഭിനവജി പറഞ്ഞു, നമുക്കറിയില്ല. ഉച്ചനീചത്വം ആചരിക്കുന്നു അവർ, പക്ഷെ അംഗീകരിക്കുന്നില്ല. ലോകത്ത് കാണിക്കുമ്പോൾ ഒക്കെ കാണിക്കും, ആചരിക്കുക. ഉള്ളിലതൊന്നും അവർക്ക് അഭിപ്രായമില്ല. കാരണം ഇപ്പോൾ വളരെ മോശമായിട്ട് ഉള്ള ഒരു മുഷിഞ്ഞ ഒരാളാണെങ്കിൽ അയാളെ വീട്ടിൽ കട്ടുമ്പോൾ നിർത്തിയില്ല. അത് അയാളുടെ ശരീരത്തിന് ഇതുള്ളൂ, അവർക്കറിയാം. അയാൾക്ക് വേറെ സ്ഥലം കൊടുക്കും അതിന് ഉചിതമായിട്ട്. ഈ ക്രിയ വരുമ്പോൾ വ്യത്യാസം വേണ്ടി വരും, പക്ഷേ വിവേകം ഉണ്ടായാൽ മതി എന്നുണ്ട് അല്ലേ. സമദർശനം പാടുള്ളൂ, സമപ്രവർത്തനം പാടില്ല. അതായി പറഞ്ഞതിനർത്ഥം. ഉച്ചനീചിത്വം ആചരിക്കുന്നു അവർ. ചിലർ ഉച്ചതിനെ കണ്ടാൽ തോന്നും, പക്ഷേ അവർ അംഗീകരിക്കുന്നില്ല. അത്ഭുതമാണിത്. ഒരു സാധക ഭക്തൻ കുറേ അധികം മുന്നേറിയിരിക്കാം. അവരും ഉപദേശം സ്വീകരിച്ചും അന്യോന്യം ആലോചിച്ചും പ്രവർത്തിക്കും. ഒരുത്തനെയും താഴെ വീഴാൻ സമ്മതിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. മുകളിലേക്ക് എത്തുന്നതിന് ആരെ വേണമെങ്കിൽ സഹായിക്കാം, കീഴ്പ്പെട്ട് വയ്ക്കരുത് ആരും. എടോ കുട്ടി, ഞങ്ങൾ വിനോദത്തോടെ ലീലയ സംസാരത്തെ കടക്കും. ഭക്തന്മാരുടെ ഈ കളി നടക്കുന്നു ലോകത്തിൽ. ഇനി 10-15 മുമ്പ് പറഞ്ഞതാണ് എന്താണ് യോഗം, എന്താണ് ക്ഷേമം എന്നുള്ളത് പറഞ്ഞതാണ്. എന്താ ഭഗവാൻ തരുന്ന യോഗം, ക്ഷേമം എന്നുള്ളത്. ഇപ്രകാരം പ്രീതിപൂർവകം നിത്യം എന്നെ ഭജിക്കുന്നവനെ സ്വയം ഞാൻ ബുദ്ധിയോഗം നൽകി ഞാനുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നു. ഒരുത്തൻ മറ്റവനെ ബോധവാനാക്കുന്നു. സദാ സർവദാ ഭഗവാന്റെ കീർത്തനം നടത്തുക, എല്ലായ്പ്പോഴും ആനന്ദത്തിൽ ആറാടുക. ഇത്തരത്തിലുള്ള കാര്യക്രമം നിത്യേന നടത്തുന്നവനാണ് പ്രീതിപൂർവകം ഭജിക്കുന്നവൻ. അവരെ കാണാൻ ഭഗവാൻ അങ്ങോട്ട് ചെല്ലും. അവർക്ക് ഭഗവാന്റെ അടുത്തേക്ക് വരേണ്ട ആവശ്യമില്ല. ഭജത്തെ പ്രീതിപൂർവകം, പ്രേമത്തിനു വേണ്ടി മാത്രം ഭജനം. അവർക്ക് ഇവിടെ ഒന്നും കിട്ടാനല്ല, അവർക്ക് ഒരാവശ്യമില്ല. ഭഗവാനെ പറഞ്ഞ് പുകഴ്ത്തി ഇങ്ങനെ ആനന്ദിക്കുക എന്നുണ്ടല്ലോ.
അതായത് ത്യാഗമേ ഉള്ളൂ, ഭോഗത്തിന് മോഹമേ ഇല്ല, ആവശ്യമില്ല. ഭജന പ്രീതിപൂർവകമാകാം, പ്രേമത്തിന് വേണ്ടി മാത്രം ഉള്ള ഭജനം. അവാന്തര എന്താണ് ഉദ്ദേശമോ വേറൊന്നും അവർക്കുണ്ടാവില്ല. അതാണ് നിഷ്കാമ ഭജനം. മറ്റവയെല്ലാം ഇപ്പം നമ്മൾ സാധാരണ നടക്കുന്ന ഒരു ഞാൻ കച്ചവടമാണ്, ഇത് അങ്ങോട്ട് തരാം, ഭഗവാൻ അങ്ങോട്ട് തരണേന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ഭജനം എന്ന് പറഞ്ഞുകൂടാ, അതിന് നിന്ദിക്കണില്ല ഭഗവാൻ, വളരെ താഴ്ന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വസ്തുത നിഷ്കാമ ഭജനം മാത്രമാണ് ഭജനം, ബാക്കിയെല്ലാം കച്ചവടം തന്നെ. ബുദ്ധിയോഗം യാതൊരു ജ്ഞാനത്താൽ മനുഷ്യൻ ഈശ്വരനെ പ്രാപിക്കുന്നുവോ അതാണ് ഇവിടെ പറയുന്ന യോഗം. ഭക്തൻ ജ്ഞാനത്തിനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല. അതിൻ്റെ ഭാരവും തനിക്ക് ജ്ഞാനതരണ ഭാരമൊക്കെ ആരൊക്കെയാണ്? ഭഗവാനാണ്. താനൊന്നും അന്വേഷിക്കുന്നില്ല. ഭാരവും ഈശ്വരനിൽ അർപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ചിന്ത ഭജനത്തെപ്പറ്റി മാത്രമാണ്. ഭക്തന് ആത്മസാക്ഷാത്കാരത്തിന് ആവശ്യമായ ജ്ഞാനം ഭഗവാൻ കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. പ്രീതിപൂർവകം ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. 9:22 യോഗക്ഷേമ ശബ്ദത്തിലെ യോഗശബ്ദത്തിൻ്റെ വിശിഷ്ട അർത്ഥം ഇതാണ്. അതായത് ഭഗവാനിൽ ചേരാളത്തൊക്കെ ഭഗവാൻ തന്നെ കൊടുക്കും, അല്ലാണ്ട് ഊണ് കഴിക്കാനും മറ്റുള്ള സൗകര്യമൊക്കെ ഭഗവാൻ ചെയ്തു തരുന്നല്ല പറഞ്ഞത്. ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ബുദ്ധി പോലും ഭഗവാൻ തരും. ചിന്തിക്കണം. ക്ഷേമം എന്നുള്ള അതിൻ്റെ അർത്ഥത്തിൻ്റെ അടുത്ത ശ്ലോകത്തിൽ വരാൻ പോകുന്നു. ശ്ലോകത്തിൽ യോഗം എന്ന് പറഞ്ഞാൽ ജ്ഞാനപ്രാപ്തി എന്നാണ് അർത്ഥം. ക്ഷേമം എന്ന് പറഞ്ഞാൽ പ്രാപ്തമായ ജ്ഞാനത്തിൻ്റെ സംരക്ഷണം, നശിക്കാതെ സൂക്ഷിക്കൽ. ജ്ഞാനം തരലും അത് നശിക്കാതെ സൂക്ഷിക്കലും ഭഗവാന് വേണ്ടി ഭക്തന് വേണ്ടി ഭഗവാൻ തന്നെ ചെയ്യുന്നു എന്നർത്ഥം. അടുത്ത ശ്ലോകം. കരുണയാൽ ഭഗവാൻ സ്വയം ഭക്തന്റെ ഹൃദയത്തിലിരുന്ന് ആത്മജ്ഞാന രൂപ തേജസ്സായ വെളിച്ചത്താൽ അജ്ഞാനരൂപിയായ അന്ധകാരത്തെ നശിപ്പിക്കുന്നു. രാത്രിയിൽ ഇരുട്ടിനെ വിളക്കുകൊളുത്തി നശിപ്പിക്കുന്നതുപോലെ, ഇടിമിന്നൽ പോലെ അല്പസമയത്തേക്കല്ല ഈ ജ്ഞാനം തരുന്നത്. അതാവശ്യം. സൂര്യനെ പോലെ സദാ വെളിച്ചം തരുന്നു എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ഭാസ്വത സൂര്യനെ പോലെ. മറ്റ് ചിലപ്പോൾ ഒരു ആവേശത്തൊക്കെ തോന്നും, അത് പോയി വരും. ഇതങ്ങനെയല്ല. പ്രീതിപൂർവ്വം ഭരിക്കുന്ന ആൾക്ക് സൂര്യനെ പോലെ അതൊരിക്കലും നശിക്കാതെ ജ്ഞാനം ഞാൻ എന്നും കൊടുക്കും എന്ന് ഭഗവാൻ വളരെ സത്യം ചെയ്യണ പോലെയാണ് പറഞ്ഞത് ഭഗവാൻ. ശ്ലോകം 8 മുതൽ 11 കൂടി ഭക്തിയോഗത്തിൻ്റെ വിശിഷ്ട അർത്ഥം തരുന്നു. സാമ്യയോഗത്തെപ്പറ്റി 6-ാം അധ്യായത്തിലും കർമ്മയോഗത്തെപ്പറ്റി 3-ാം അധ്യായത്തിലും പറഞ്ഞ പോലെ ആണ് ഇത്. ശ്ലോകം 8 എല്ലാ പ്രേരണകളും പരമേശ്വരനിൽ നിന്നാണ് എന്നറിഞ്ഞ് തൻ്റെ ഭാഗമായി വരുന്ന കർമ്മത്തെ ഈശ്വര ഭക്തി എന്ന് കരുതി ചെയ്യുക. 9, 13, 18, 41 ശ്ലോകങ്ങൾ നോക്കാം. ചിലരുടേത് സേവാകർമ്മമാവും, ചിലരുടേത് എഴുത്താവും, മറ്റു ചിലരുടേത് കൃഷിയാവും. ഏതാ പ്രവൃത്തി ചോദിച്ചില്ല, എന്ത് പ്രവൃത്തിയായാലും ഈശ്വര അർപ്പണമാണ്. എല്ലാം പരമേശ്വര ഭക്തി എന്ന് കരുതി ചെയ്യണം. ശ്ലോകം 9 എല്ലാ ചിന്തനവും ജീവിതവും പരമേശ്വരനിൽ അർപ്പിച്ച് സഹകരണ വൃത്തിയോടെ ഒരുത്തൻ മറ്റവനെ ബോധവാനാക്കി ഹരികീർത്തനത്തിൽ മുഴുകുക. 9:14. ശ്ലോകം 10 ഈ മാതിരി നിഷ്കാമഭക്തി ചെയ്യുന്നവന് ഈശ്വരകൃപയാൽ യഥാകാലം സഹജമായി ജ്ഞാനം ലഭിക്കും. 9:22 യോഗം. ശ്ലോകം 11 ഈ ജ്ഞാനത്തിൻ്റെ ക്ഷേമത്തിനും പോലും ഭക്തന് ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. കാരണം മോക്ഷപ്രാപ്തി വരെ ഈ ജ്ഞാനം എങ്ങനെ നിലനിൽക്കും എന്നതിൻ്റെ ചിന്തയും ഭഗവാൻ നോക്കും. ഇങ്ങനെ ഈ ശ്ലോകചതുഷ്ടയത്തിൽ ക്രമേണ കർമ്മം, ഭക്തി, ജ്ഞാനം, മോക്ഷം ഇവയുടെ നേർക്ക് ഭക്തന്റെ ദൃഷ്ടിയുടെ വിവരണം തന്നിരിക്കുന്നു. കർമ്മ, ജ്ഞാന, ഭക്തികളെ ത്രികാണ്ഡവേദം എന്ന് പറയും. അവ 3 സിദ്ധാന്തങ്ങളും അവയുടെ പരിണാമം മോക്ഷവും. 8 കർമ്മയോഗം, 9 ഭക്തിയോഗം, 10 ജ്ഞാനയോഗം, ഇനി 11 അവസാനമായിട്ട് മോക്ഷം പ്രാപിക്കലും. അതോടുകൂടി അവസാനിക്കും.
ഇങ്ങനെ കഴിഞ്ഞ ശേഷം അർജുനൻ ചോദിക്കുകയാണ്. 5-6 ചോദ്യവും അർജുനൻ്റെയാണ്. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും. പരം ബ്രഹ്മ, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ തന്നെ പൂർണ്ണം എന്നർത്ഥമാണ്. വിട്ടത് പരം ബ്രഹ്മ. പരം ധാമ, സ്ഥാനം. ധാമം എന്ന് പറയുന്നത് സ്ഥലം എന്നർത്ഥമാണ്. പരമമായ സ്ഥാനം. പവിത്രം, അത് ഏറ്റവും പരിശുദ്ധമാണ്. പവിത്രം. പരമം ഭവാൻ, അങ്ങ്. ഇതെല്ലാം ചേർന്ന ആളാണ് ഭഗവാൻ. പുരുഷം ശാശ്വതം ദിവ്യം, അങ്ങ് പുരുഷനാണ്. ആണെന്നർത്ഥമല്ല, പൊട്ടൻഷ്യൽ എനർജി എന്നല്ലോ, സംഭരിതശേഖരം. പുരുഷം ശാശ്വതം, അത് ശാശ്വതം എപ്പോഴും ഒന്നേ വയ്ക്കൂ, 2 ശാശ്വതം ഉണ്ടാവില്ല. ശാശ്വതം. ദിവ്യമാണ്. ആദി ദേവന്മാർക്ക് എത്ര പ്രാവശ്യം അജത് വരെ അങ്ങ് ജനിക്കുക വയ്യ. അങ്ങനെ പിന്നെ വിഭു, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ള ആളാണ് വിഭുവും. ആഹുസ്ത്വാം ഋഷയ സർവേ ദേവർഷി നാരദസ്ഥ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ പ്രഭീഷിമേ. ഇതൊക്കെ അത്ര പ്രയാസമുള്ള ശ്ലോകങ്ങളല്ല, ഒരുപാട് ചിന്തിച്ചാൽ കുറേ പറയാട്ട്. ആഹുജ പറയപ്പെടുന്നു. ത്വം ഋഷയ, ഋഷികൾ പറയടൂ. എന്തൊന്ന്? സർവേ ദേവർഷി ആയ നാരദനും അസിതൻ എന്ന ആളും ദേവലൻ എന്ന ആളും വ്യാസനും ഒക്കെ അങ്ങ് ഇങ്ങനെ അജനാണ് എന്ന് പറഞ്ഞു. സർവം ചൈവ ബ്രവീഷി, എല്ലാവരും പറയണത് ഈശ്വരൻ എന്നുള്ളത് ഒരു അവതാരമാണ്, അല്ലാതെ ഉണ്ടായതല്ല, ഉള്ളതാണ്. 16 ശ്ലോകം. ഉള്ളതിന് ഇല്ലായ്മ ഒട്ടും ഉണ്ടാവില്ല, ഇല്ലാത്തതൊരിക്കലും ഉണ്ടാവില്ല. നാ സതോ വിദ്യതേ ഭാവോ നാ ഭാവോ വിദ്യതേ സത. ഈ ഗീതയുടെ രസികത്വം മുഴുവനൊക്കെ ശാസ്ത്രേ പറയാറുള്ളൂ, അല്ലാണ്ട് ഇവിടെ വിശ്വസിക്കുന്ന പ്രശ്നവുമില്ല. ഉള്ളത് എന്നുള്ളത് ഉണ്ടാവാതാവാൻ വയ്യ, ഉണ്ടായതൊന്നും ഉള്ളതല്ലേനും സാധിക്കില്ല. അപ്പോൾ അങ്ങ് ഉള്ള ആളാണ് എന്ന് ഈ ഋഷിമാരും എല്ലാവരും പറയണു. നശിക്കുക എന്ന് പറഞ്ഞ വാക്കിന് അത്രയേ ഉള്ളൂല്ലോ. കാരണം നാശം എന്ന് പറയുന്നതിൻ്റെ പേര് തന്നെ നാമരൂപങ്ങൾ മാറാന്നാണ്. മരണം ചെല്ലണം. പണ്ടം എന്നുള്ളത് ഓരോ ഇങ്ങനെ നാമരൂപം മാറുമ്പോൾ ചങ്ങല മാറിയിട്ട് വളയാവാം, വള മാറിയിട്ട് മോതിരമാവാം, മോതിരമായിട്ട് മൂക്കുത്തിയാവാം. രൂപേ മാറുള്ളൂ, അതിൽ സ്വർണ്ണത്തിന് മാറ്റില്ല. മാറണമെങ്കിൽ സ്ഥലം വേണം. അതായത് ദേശകാല നിമിത്തം ഇല്ലാണ്ട് ഒന്നുമില്ല. ദേശകാല നിമിത്തങ്ങൾ എത്രയോ പ്രാവശ്യമായിട്ട് നമ്മൾ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അവ വെറും സങ്കല്പങ്ങളാണ്. അപ്പോൾ ഭഗവാന് ദേശകാല നിമിത്തം ബാധകമല്ല. അപ്പോൾ ഒരിക്കലും ഇത് ഉണ്ടാവാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇവരെ ഈ മഹർഷികളൊക്കെ തന്നെ എത്രയോ കാലം പറഞ്ഞിരിക്കുന്നു. ഇത്രയൊക്കെ കേട്ടിട്ടും നമുക്ക് ഇപ്പോഴും ഈ ഭാഗവതത്തിലുള്ള കഥകളിലാണ്ട് മുങ്ങിപ്പോവുക. നമ്മൾ ശ്രീകൃഷ്ണ കുറേ കഥകൾ കേൾക്കും, ശിവൻ്റെ കഥകൾ കേൾക്കും, ഭാഗവതയുടെ കഥകൾ കേൾക്കും. അതൊക്കെ ശരിയാതെ തോന്നും. ഭാഗവതം വളരെ വ്യക്തമായിട്ട് ആദ്യ ശ്ലോകത്ത് പറഞ്ഞല്ലോ, ബുഹ്യന്തിയൽ സൂരയ. അതീവ കേമന്മാരായിട്ടുള്ള ആൾ പോലും ഈ ഭാഗവതാദി കഥ കേട്ടിട്ട് മോഹിച്ചു പോകണു. മോഹിക്കുക സാധാരണ പലതരം ആഗ്രഹങ്ങളുണ്ടാവുക അല്ലേ? ഇതൊക്കെ ശരിയാത് എത്രയോ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കഥകളൊക്കെ തന്നെ എന്തിനു വേണ്ടിയാണ്? വൈരാഗ്യവും വിജ്ഞാനവും ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ കഥകൾ. ഇത് വളരെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞാലും പിന്നെയും പറക്കും നമ്മൾ. വളരെ മനുഷ്യന് മറവി വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന സാധനമാണ്. പ്രത്യേകിച്ചും മറക്കുക ഈശ്വരൻ്റെ മഹിമയാണ്. അത് നമ്മൾ മറക്കും. അർജുനൻ പറയാണ്, സർവമേതൽ ഋതം മന്യേ യൻ മാം വദസി കേശവ നഹിതേ ഭഗവൻ വ്യക്തി വിതുർദേവ ന ദാനവ. സർവം ഏതൽ ഋതം മന്യേ. ഇതെല്ലാം സത്യത്തിന് 2 പേരുണ്ട് ഈ ഉപനിഷത്തിൽ. ഒന്നിന് പേര് ഋതം, മറ്റൊന്നിന് പേര് സത്യം. ഋതം എന്ന് പറഞ്ഞാൽ സത്യഭാഷണം. പറഞ്ഞത് ഞാൻ സത്യം മാത്രം പറയാം, അതിന് ഋതം. മറ്റേ സത്യത്തിന് സത്യമല്ലാണ്ടൊന്നും ഇല്ല, പറയാനില്ല, അത് എത്രയും മേലെയാ. അപ്പോൾ സത്യമായ കാര്യം പറഞ്ഞാൽ ഋതാന്ന് പറയും. സത്യം ഒന്നേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത് ഇവർ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മന്യേ അർത്ഥം ഞാൻ അതിനെ സ്വീകരിക്കുന്ന അർത്ഥമാണ്. യൻ മാം വദസി കേശവ നഹിതേ ഭഗവൻ വ്യക്തിയും വിതുർദേവ എന്ന ദാനവ. ദേവന്മാരോ ദാനവന്മാരോ ആരായാലും ശരി, ആരും ഭഗവാനെ അറിയുന്നില്ല.
ഭഗവാനെ കാരണം അറിയുക. ഭഗവാൻ ആവുക വയ്ക്കുമല്ലോ. നിസ്സാര എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഭഗവാനെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഭഗവാൻ പരിമിതമായി. അപ്പോൾ ഭഗവാനെ അറിഞ്ഞിട്ടില്ല. അവിടെ ഇവർക്ക് ആർക്കും ഭഗവാനെ അറിയാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ പറയുന്നു, സ്വയമേവാത്മനാത്മാനം വ്യർത്ഥത്വം പുരുഷോത്തമ ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗൽപദ സ്തുതിക്കാണ് ഭഗവാനെ. സ്വയം ഏവ ആത്മനാത്മാനം, അങ്ങേ അറിയുന്നത് ആൾ അങ്ങ് മാത്രമേ ഉള്ളൂ. വ്യർത്ഥ ത്വം പുരുഷോത്തമ, 15 വരുന്ന ആളാണ് ഈ പുരുഷോത്തമൻ. 3 തരം പുരുഷന്മാരുണ്ട്: ക്ഷരപുരുഷൻ, അക്ഷരപുരുഷൻ, പുരുഷോത്തമൻ. ക്ഷരപുരുഷൻ എന്ന് പറഞ്ഞാൽ മാറുന്നത്, അക്ഷരപുരുഷൻ എന്ന് പറഞ്ഞാൽ കൂടസ്ഥൻ. ആ കൂടസ്ഥൻ്റെ മുകളിൽ വെച്ചിട്ടാണ്, കൂടത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് മറ്റേ ഉണ്ടാക്കുക. അപ്പോൾ അവിടെ 2 ഉണ്ട്. ഇത് രണ്ടുമല്ല, ഞാൻ പുരുഷോത്തമനാണ്. ഈ കൂടസ്ഥനും മറ്റേ മാറുന്ന പുരുഷനും നിൽക്കാൻ സാധിക്കുന്ന എന്നിലാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ആ ഭൂതഭാവന ഭൂതങ്ങളെ വളർത്തുന്ന ആൾ, ഭൂതങ്ങളുടെ ഈശ്വരനാണ്. ദേവദേവ ജഗൽപദേ വക്തുമഖ്യശേഷേണ ദിവ്യാഹ്യാത്മവിഭൂതയ യാഭിർവിഭൂതിപുർ ലോകാൻ ഇമാം ത്വം വ്യാപ്യ തിഷ്ടസി വക്തുമർഹസി. അങ്ങ് പറയാൻ അങ്ങക്ക് എന്താണ് കരുണയുണ്ടാവണം. അങ്ങക്ക് പറയാൻ വയ്ക്കൂ. അങ്ങയുടെ വിഭൂതി എന്താണെന്നുള്ളത് പറയാൻ വേറെ ആരെ കൊണ്ടുമില്ല. വക്തു എങ്ങനെ പറഞ്ഞു? അശേഷേണ, ചില പിന്നെ ഒന്ന് ശേഷിക്കരുത്, ബാക്കിയുണ്ട് അത് പൂർണ്ണമായിട്ട് ഒന്ന് പറയണം. അശേഷേണ എന്താ പറഞ്ഞു വെച്ചാൽ, ഇതിന് ഭഗവാൻ മറുപടി പറയുന്നുണ്ട്. അർജുന, അങ്ങനെ ഈ വിഭൂതി ശേഷിക്കാണ്ട് പറയാൻ പറ്റില്ല പറഞ്ഞു. ഞാൻ ചില പ്രത്യേക കാര്യങ്ങൾ മാത്രം പറയാം, ഇതിനൊരു അവസാനമില്ല. ഇനി അവസാനിക്കാത്ത മാതിരി വിഭൂതി പറഞ്ഞല്ലോ, അത് അങ്ങനെ വയ്യ. വിഭൂതികൾക്കൊക്കെ അവസാനമുണ്ട്, ഉണ്ടായതാ. അപ്പോൾ കൂടാണ്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അശേഷം എന്ന് പറഞ്ഞുകൂടാ, പ്രാധാന്യേന ചെയ്ത് ഞാൻ പറയാമെന്നാണ് അന്യ ഭഗവാൻ പറയാം. ശേഷേണ ദിവ്യങ്ങളാണ് നോക്കുക. ഈ ആത്മവിഭൂതിക, തൻ്റെ തന്നെ വിഭൂതികൾ എന്താണെന്ന് പറയാം. യാഭിർ വിഭൂതിർ ഇമാം ലോകം ത്വാം വ്യാപ്യ തിഷ്ഠതി. അത് ഈ വിഭൂതി വിശേഷേണ ഉള്ള ശക്തി, സിദ്ധികൾ ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കഥം വിദ്യാമഹം യോഗിം ത്വം സദാ പരിചിന്തയൻ കേഷു കേഷു ച ഭാവേഷു ചിന്തിയോസി ഭഗവൻ മയ. വളരെ നല്ല രസമുള്ളൊരു കഥയാണ്. കഥം വിദ്യാമഹം, ഞാൻ എങ്ങനെയാണ് അങ്ങനെയൊന്നും അറിയണമെന്ന് മോഹം. വിദ്യാമഹം യോഗിം, അങ്ങ് യോഗി ചില സമത്വബുദ്ധികൾ. ത്വമേന് സദാ പരിചിന്തയൻ, എല്ലപ്പോഴും അങ്ങേ പറ്റി ആലോചിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് അങ്ങേ അറിയാൻ സാധിക്കുക എനിക്ക് എന്ന് ചോദിക്കണം. കേഷു കേഷു ച ഭാവേഷു, ഭാവം എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല, എങ്ങനെയൊക്കെയാണോ ഉണ്ടായത് അതിൻ്റെ ചിന്തിയോസി ഭഗവന്മയ, അങ്ങയുടെ വിഭൂതികളെ പറ്റിയിട്ട് അറിയണം എന്നല്ല അവിടെ വാക്ക് നോക്കൂ. ചിന്തിയോസി, ഞാൻ എങ്ങനെ ചിന്തിക്കണം, ഭഗവാന്റെ വിഭൂതികളെ ഞാൻ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഭഗവാന്റെ വിഭൂതികളെ ചിന്തിക്കാനേ പാടുള്ളൂ, അതുപോലെ പ്രവർത്തിക്കാൻ പാടില്ല. കാരണം ഇനി വരാൻ പോണത് ദ്യൂതം ചലയതാമസ്മി, ഈ കള്ളച്ചൊത് ഞാനാണ് എന്ന് പറയാൻ പോകുന്നുണ്ട്. അതുമാതിരി ദണ്ഡോ, അടിക്കുന്ന ആളുടെ വടി ഞാനാണ്. അപ്പോൾ അതൊക്കെ അതുപ്രകാരം പ്രവർത്തിച്ചാൽ പിന്നെ കേമ ഇവിടെ കള്ളച്ചൊത് വയ്ക്കലും അടിക്കലൊക്കെ ആവുമല്ലോ. അത് വയ്യ. അതും ഈശ്വരൻ്റെ തന്നെ വിഭൂതിയാണെന്ന് ചിന്തിക്കാനേ പാടുള്ളൂ. അതുകൊണ്ടാണ് അർജുനൻ വളരെ വ്യക്തമായിട്ട് ചോദിച്ചു, കേഷു കേഷു ച ഭാവേഷു ചിന്തിയോസി, എങ്ങനെയാണ് ഞാൻ ചിന്തിക്കേണ്ടത്? കാരണം ഇനി വരാൻ പോകുന്നത് അധ്യയന് അറിയുന്ന പോലെ തോന്നുന്നുണ്ട്. ചിന്തിക്കാനേ പാടുള്ളൂ, ഭഗവാന്റെ വിഭൂതി പ്രകാരമൊന്നും പ്രവർത്തിക്കാൻ പാടില്ല. പല സാധനങ്ങളുണ്ടാവും ഈ എഞ്ചിന് നൽകാൻ, അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമായി ഉപയോഗിക്കാനേ പാടുള്ളൂ. ആകുമ്പോഴൊക്കെ ചെന്ന് കൈ വയ്ക്കും, തൊടരുത്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, തൊട്ടാൽ ഷോക്കടിക്കും. പക്ഷേ സ്വിച്ച് അമർത്താനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം, അതിൻ്റെ പ്രവർത്തനം ചെയ്യാം. അതാവാൻ ശ്രമിക്കരുത്. അതുപോലെ ഭഗവാന്റെ വിഭൂതിയെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ട് അർജുനൻ പറയുന്നു, ചിന്തിയോസി, എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്ന് പറയണം. ചിന്തിയോസി ഭഗവാൻ മയ വിസ്തരേണ ആത്മനോ യോഗം വിഭൂതിം ചത് ജനാർദ്ദന ഭൂയ കഥയ തൃപ്തിർക്ക് ശൃണ്ണതോ നാസ്തിമേ മൃതം. വിസ്തരിച്ച് പറയണം. എന്ത്? ആത്മനോ യോഗം, ഭഗവാന്റെ യോഗം സമത, വിഭൂതികളും എന്തൊക്കെയാണ് വിഭൂതി എന്ന് പറയണം. ജനാർദ്ദന ഭൂയ കഥയ. ഇപ്പോൾ കുറേ 9 അധ്യായം പറഞ്ഞല്ലോ, ഇനിയും പറയൂ വെച്ചാൽ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് മതിയാവണില്ല. എത്ര കേട്ടാലും ഭഗവാന്റെ കഥ ആണ്.
അഖമഖലുമഖില ജഗതധിപതി കഥാമൃതം ജീവനാന്തം മുഷിച്ചലുണ്ടായി വര. എഴുത്തച്ഛൻ ഭാരത് പറയുന്നത് അഖം അകലും പാകം ഒക്കെ ഇല്ല, അഖം അകലും അഖില ജഗതധിപതി കഥാമൃതം ആജീവനാന്തം മുഷിച്ചലുണ്ടായി വര. മറ്റേത് കഥയും 4 പ്രാവശ്യം കേട്ടാൽ പിന്നത്തെ പ്രാവശ്യം കേൾക്കണം മജീ പറയും. എന്ത് പുസ്തകങ്ങളും. കാളിദാസൻ്റെ പ്രസിദ്ധമായ ശാകുന്തളം പുസ്തകമാണെങ്കിലും 4 പ്രാവശ്യം വായിച്ചാൽ 5ാമത്തെ ആകുമ്പോൾ അരുചി വരും, അവിടെ തൂക്കും. ഭാഗവതം അങ്ങനെയില്ല, 50 പ്രാവശ്യം കഴിഞ്ഞിട്ട് 51ാമത്തെ പ്രാവശ്യം എടുത്താൽ ഇപ്പം പണ്ടത്തെക്കാലം രസം കൂടുതലാണ്. കാരണം അത് അമരമാണ്, മരണമില്ലാത്ത കാര്യത്തിനെ പറ്റിയാണ് പറയണത്. മറ്റേലൊക്കെ മരണത്തെ മാറ്റമുള്ള സാധനത്തെ പറയുന്നത് മാറാത്ത. അതെ, അവിടെയൊക്കെ അവസാനിച്ചുല്ലോ. ഇതിന് അവസാനമില്ല, കാരണം നിത്യം നൂതനാണ്, എന്നും പറഞ്ഞു. അതെ, വിസ്തരേണ ആത്മനോ യോഗം വിഭൂതി ജനാർദ്ദന ഭൂയ കഥയ ശൃണ്ണതോ നാസ്ത്യമേ അമൃതം. ഈ മരണമില്ലാത്ത, മാറ്റം വരാത്ത എത്ര കേട്ടിട്ടും എനിക്ക് മതി വരുന്നില്ല, അതുകൊണ്ട് അങ്ങ് ഇത് വീണ്ടും വീണ്ടും പറയണേ എന്ന് പറഞ്ഞപ്പോൾ ഇനി ശ്രീ ഭഗവാൻ ഉവാച. ഭഗവാൻ പറയണു, ഹന്തതേ കഥയിഷ്യാമി ദിവ്യാഹ്യാത്മവിഭൂതയ പ്രാധാന്യത കുരുശ്രേഷ്ഠ നാസ്ത്യത്തോ വിസ്തരസ്യമേ. ഹന്ത അത്ഭുതം മേ കഥയാമി, ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നു. എന്തെന്ന്? എൻ്റെ ആത്മാവിൻ്റെ വിഭൂതികൾ സാധാരണയല്ല, ദിവ്യങ്ങളാണ്. ദിവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദേവന്മാരെ വെച്ചാൽ കളിക്കുക, സന്തോഷിക്കുക, രസിക്കുന്നവരെ. അതുവരെ എൻ്റെ വിഭൂതികളൊക്കെ എത്ര കേട്ടാലും മതിയാവാത്ത ഒരു കേമുള്ള വിഭൂതികളാണ്. അതിൽ എനിക്ക് എല്ലാം പറഞ്ഞു തരുന്നതാണ് പറഞ്ഞത്. ഭഗവാൻ പറഞ്ഞു എല്ലാം പറയാൻ പറ്റില്ല, കാരണം അതിന് അവസാനമില്ല. എത്ര കാലം ഇത് പറഞ്ഞാലും വിഭൂതി അവസാനമില്ല. അതുകൊണ്ട് പ്രാധാന്യത, അതിൽ പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. കുരുശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്, എൻ്റെ വിഭൂതിയുടെ വിസ്തരിക്കുക എന്ന് പറഞ്ഞാൽ, കാരണം ഇതിന് തുടക്കമില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് അവസാനമില്ല. അപ്പോൾ എത്ര പറഞ്ഞാലും അവസാനിക്കലില്ല, എത്ര കാലം പറഞ്ഞാലും അവസാനിക്കില്ല. അതുകൊണ്ട് ഇപ്പം എന്ത് ചെയ്യാം? പ്രധാനമായിട്ട് നമുക്ക് തോന്നണമല്ലോ, അത് അതെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വിഭൂതി മനസ്സിലാക്കാൻ അത് മാത്രം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് അടുത്ത ശ്ലോകം ശ്രീ രമണ മഹർഷിയോട് ചോദിച്ചു. ഈ ഗീതയിലെ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ അതിലത്തെ ഏറ്റവും ശാസ്ത്രീയമായ ശ്ലോകം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ രമണ മഹർഷി പറഞ്ഞ ശ്ലോകമാണ് ഇപ്പോൾ ഈ പറയാൻ പോകുന്നത്. ഗീതയിൽ 10-ലെ 20ാമത്തെ ശ്ലോകമാണ് ഗീതയുടെ സാരം എന്ന രമണ മഹർഷി അഭിപ്രായം. വളരെ ശരിയാ തോന്നുന്നു എനിക്കത് ഇപ്പോൾ കേട്ടപ്പോൾ. അത്ര കേപത്തോടെ വരും. ഞാൻ ഇപ്പോൾ ക്രിസ്തുദേവൻ പറഞ്ഞല്ലോ, എന്നെ വിശ്വസിക്കൂ, ഞാൻ പറഞ്ഞു കൂട്ടാക്കും, അല്ലെങ്കിൽ ബുദ്ധനും ഒക്കെ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരാരും ആരാണ് ഈ ഞാൻ എന്നവർ പറഞ്ഞിട്ടില്ല. അവരുടെ ദേഹമാണോ അല്ലെങ്കിൽ അവരുടെ മനസ്സാണോ ബുദ്ധിയാണോ? അതൊന്നുമല്ല അവർ പറഞ്ഞത് ശരിയാണ്. ഞാൻ പറയുമ്പോൾ അവർക്ക് വളരെ വ്യക്തത, അവർ മഹാത്മാക്കളാണ്, ആത്മാവെന്ന് അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതങ്ങോട്ട് തുറന്നു പറഞ്ഞില്ല. എന്നെ വിശ്വസിക്കൂ, എന്നെ പറയുന്നല്ലാണ്ട് ആരാ ഞാൻ? അത് ഹിന്ദുമതത്തിൽ ശ്രീകൃഷ്ണൻ മാത്രമേ ഞാൻ ആരാന്ന് പറഞ്ഞിട്ടുള്ളൂ. അതാണ് ഈ ശ്ലോകം. അതുകൊണ്ടാണ് രമണ മഹർഷി ഇത്രയും കേപാണ് ഈ ശ്ലോകം എന്ന് പറയാൻ. ഞാൻ ആരാ? അഹമാത്മാ, ഞാൻ ആത്മാവാണ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ സർവ്വതർ നിറഞ്ഞത്. രാമതീർത്ഥനോട് പറഞ്ഞ കഥ കൊണ്ടുവെക്കണം. സ്വാമി അങ്ങക്ക് ഒരു ആത്മാവുണ്ടോ ചോദിച്ചല്ലോ. അപ്പോൾ അല്ലല്ല, ഞാനൊരാത്മാവാണ്, എനിക്കൊരു ദേഹമുണ്ടോ അധികം. നമുക്കൊക്കെ തന്നെയല്ല, നമ്മുടെ ശരീരത്തിൽ ഒരു ആത്മാവുണ്ടെന്ന് പറയാം. നമ്മൾ ഒരാത്മാവുണ്ട് കേട്ടോ ഉള്ളിൽ. അപ്പോൾ ആത്മാവെന്തോ ചെറിയൊരു സാധനം, നമ്മൾ അങ്ങനെയല്ല, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അഹമാത്മാ, ഞാൻ ആത്മാവാണ്. ഗുഢാകേശ സർവഭൂത ആശയസ്ഥിത, എല്ലാ ഭൂതങ്ങളുടെയും ആശയം എന്ന് പറഞ്ഞാൽ കർമ്മ സഞ്ചയം. നമ്മുടെ അതായത് വാസനകളുണ്ടല്ലോ, വാസന കൊണ്ടാണല്ലോ ശരീരത്തേത്. ആ വാസനൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഞാനാണ്, അഹമാത്മാ. പിന്നെ അഹം എത്ര ഭംഗിയായിരുന്നു. അഹം ആദിശ്ച മധ്യഞ്ച ഭൂതാനം അന്ത ഏവച, എല്ലാ ഭൂതങ്ങളിലും ഉണ്ടാവുന്ന എൻ്റെ തുടക്കം ഞാനാണ്, മദ്യം ഞാനാണ്, അവസാനവും ഞാനാണ്. അപ്പോൾ പിന്നെ ഞാനല്ലാണ്ട് ആരാളുള്ളത്? ഏത് സാധനത്തിനും നമ്മുടെ സമയമായാലും ശരി, സ്ഥലമായാലും ശരി, എല്ലാറ്റിനും എന്താ 3 ഉണ്ട്. ത്രിപുടി,
ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം, തുടക്കം, മധ്യം, അവസാനം, അങ്ങനെ ഇല്ലാത്തത് യാതൊന്നുമില്ല. അപ്പോൾ ഞാൻ 3 കാലത്തും, അതായത് ഞാൻ കാലത്തിനും ദേശത്തിനും അതീതമായ ആത്മാവാണ് എന്ന് ഇത്രയും വ്യക്തമായിട്ട് പറയുന്ന ശ്ലോകം ഗീതയിലൊന്നുമില്ല. അഹമാത്മാ ഗുണാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവച. അതായത് ഞാനല്ലാണ്ട്, ഞാൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരാളല്ലാതെ വളരെ വ്യക്തമാണല്ലോ. ഞാൻ എന്നുള്ളത് അല്ല. അപ്പോൾ ആരായി ഞാൻ? അപ്പോൾ ബോധമാണ്. ഞാനുണ്ടോ? എല്ലാം ഉണ്ട്. ഞാനില്ലേ? ഒന്നുമില്ല. ഉറക്കത്തിലും ആ ഞാനുണ്ടാവുകൊണ്ടാണ് ഉണരാൻ സാധിച്ചത്. ആ ഉറക്കത്തിൽ ഞാനാ പോയാൽ പിന്നെ അതിന് ഉറക്കം എന്നല്ല പേര്, മരണം എന്നായി അല്ലോ. അപ്പോൾ എല്ലാത്തിൻ്റെയും ആദ്യവും മധ്യവും അവസാനവും എല്ലാം ഞാൻ മാത്രം, ഞാനല്ലാണ്ട് വേറൊന്നുമില്ല. ഇത്രയും മഹത്തായ ഒരു ആധ്യാത്മ തത്വം ഗീതയിൽ ഈ ശ്ലോകം പോലെ ഉണ്ടെന്ന് തോന്നുന്നില്ല. മറ്റൊരൊക്കെ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അവിടെയൊക്കെ ചെയ്യലാകുമ്പോൾ ഈ ദ്വന്ദ്വം 2 ഉണ്ടാവണം. ഇവിടെ ചെയ്യുന്നതിൻ്റെ പ്രശ്നമേ വരുന്നില്ല. എല്ലാം ഞാൻ മാത്രമേ ഉള്ളൂ. അഹമാദിഷ്ട ഭൂതാനം അന്ത ഏവച. ഇനി 21 മുതൽക്കത് അത് അടുത്ത പ്രാവശ്യം.